നമുക്കിന്നൊരു സോളോ ഡേറ്റിന് പോയാലോ? പാവൽ ഇവിടെ ഇല്ല. ഒരാഴ്ചയായിട്ട് പാവൽ പോളണ്ടിൽ പോയേക്കാണ്. കഴിഞ്ഞ സൺഡേ ആണ് പാവൽ പോയത്. ആൻഡ് ഹീൽ ബി ബാക്ക് ബൈ ടുമോറോ. ഈ ആഴ്ച മൊത്തം ജോലിയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച ആണെങ്കിലും പാവൽ പോണേൻ്റെ മുമ്പ് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചില്ലൊക്കെ ചെയ്യാമായിരുന്നു. സോ ഐ ഡോണ്ട് വോണ്ട് ടു എന്താ പറയുക, അതൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് ആ ഒരു നല്ല മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു എന്താ പറയുക ചിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്നാൽ പിന്നെ കുറേ നാളായി ഞാൻ പണ്ട് ഒറ്റയ്ക്കൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഐ യൂസ് ടു ഡു എ ലോട്ട് ഓഫ് സോളോ ഡേറ്റ്സ്, ലൈക്ക് ഗോയിങ് ഔട്ട്. നമ്മളിങ്ങനെ ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പാൻഡമിക്കിനൊക്കെ മുമ്പ് ഞാനുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറേയും ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇപ്പം നല്ല സമ്മറാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാനായിട്ട്. ഇന്ന് 30 ഡിഗ്രിയോളം ഉണ്ട് ഇവിടെ. ഇതെന്ന് പറയുമ്പം ഭയങ്കര സണിയാണ്. അപ്പം ഞാൻ കരുതി വീട്ടിലിങ്ങനെ ഇരിക്കാതെ എനിക്ക് എന്തായാലും കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് എന്താ പറയുക വിൻഡോ ഷോപ്പിങ്ങും കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് ഒരു സോളോ ഡേറ്റ് ആഫ്റ്റർ ലോങ് ടൈം ചെയ്യാമെന്ന് കരുതി. ആൻഡ് ഐ തോട്ട് ലെറ്റ്സ് ടേക്ക് യു ഗൈസ് ടുഗെദർ വിത്ത് മീ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ഇതാട്ടോ ഞാൻ എന്നിട്ടിരിക്കണേ. ബിക്കോസ് ഭയങ്കര ചൂടാണ് പുറത്ത്. ആൻഡ് എനിക്ക് ഈ ഒരു പാൻറ്റ് കുറേ നാളായി ഞാൻ ഇട്ടിട്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ എനിക്ക് ബ്ലാക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല. ഐ തോട്ട് ഓഫ് ലൈക്ക് ഹാവിങ് എ വെരി ലൂസ് ഷർട്ട് വിത്ത് എ ക്യാപ്പ്. ആൻഡ് ദിസ് ഇസ് ഹൗ മൈ സ്റ്റൈൽ ഫോർ ടുഡേ ഇസ്. വെയിൽ കണ്ടോ? അങ്ങനെ ഞാൻ ഇറങ്ങി. നമ്മൾക്ക് നോക്കാം എന്തൊക്കെ ഇന്ന് എൻ്റെ കൈ തടയും. ഇവിടെ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? ഷോപ്പിംഗാണ്. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര, ഷോപ്പിംഗ് അല്ല, ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ സിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു പോകും. ആൻഡ് ഐ നീഡ് ടു കൺട്രോൾ മൈസെൽഫ്. സോ ഞാനൊരു ഷോപ്പിംഗ് ഏരിയയിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇതാട്ടോ എൻ്റെ വീട്. ഇവിടെ നിന്നൊരു 13 minutes നടന്നിട്ട് ഐ നീഡ് ടു ടേക്ക് എ ബസ്. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ഒരു ബസ് എടുത്താൽ മതി, നമ്മളവിടെ എത്തും. സ്വിറ്റ്സർലൻഡ് ആക്ച്വലി അങ്ങനെ ഭയങ്കര കളേഴ്സിൻ്റെ സ്ഥലമല്ല. ഇവിടെ കുറച്ചും കൂടി ന്യൂട്രലാണ് എല്ലാവരും യൂസ് ചെയ്യണത്. ഇപ്പം 2026 കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര കളർഫുള്ളാണെന്ന് കേട്ടു. റെഡ്, ഗ്രീന്, 2026 സമ്മർ, ബ്ലൂ. പക്ഷേ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഇപ്പം നമ്മൾ മിലാനൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ തന്നെയും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ആ ഒരു കളർ പാലറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കര ഹെവി കളേഴ്സൊന്നും നമ്മൾ ഇടാറില്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ വാർഡ്രോബ് ഒന്ന് മാറ്റണം. ബിക്കോസ് ഐ ഹാവ് ലൈക്ക് ക്ലോത്ത്സ് വിച്ച് ആർ ദെയർ. നമ്മുടെ കുറേ നാളുടെ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, ഒന്ന് വാർഡ്രോബ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്നൊക്കെ നടക്കില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റൈൽ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഐ നീഡ് ടു സീ ഹൗ ക്യാൻ ഇറ്റ് ബി ഡൺ. സമ്മറായ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട്. ബിക്കോസ് നമ്മൾക്കിവിടെ സമ്മറാണെങ്കിലും കുറേ മഴ പെയ്യും സമ്മറിൻ്റെ ഇടയിലും. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ വരും. അപ്പോൾ ഇവിടെ പ്യുവറായിട്ടുള്ളൊരു സമ്മറല്ല. പക്ഷേ സമ്മറായിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ നല്ല ചൂടായിരിക്കും. അതായത് നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ നല്ല ചൂടാണ്. ഞാൻ ഈ ബ്ലാക്ക് ഇട്ടപ്പം ഐ വാസ് എ ബിറ്റ് കൺസേൺഡ്. ഇനി നമ്മൾ ബസ്സിലേക്ക് നടക്കാൻ എത്താറായി. ഇത്രയും നടക്കണം ബസ് കയറാൻ വേണ്ടി എത്താൻ. ബസ്സൊക്കെ കയറാൻ വരുമ്പോൾ ഞാൻ നോർമലി എല്ലാത്തിൻ്റെ പുറകെ ഓടാറാണ് പതിവ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ, നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വന്ന് ഇത് വെയിറ്റ് ചെയ്തിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്.
ലൈഫിൽ നമുക്കിങ്ങനെ ഭയങ്കര ടാർഗറ്റ്സ് ഒന്നും അച്ചീവ് ചെയ്യേണ്ടാത്ത ഒരു സമയത്ത്, അതായത് നമ്മുടെ ലൈഫ് എന്ത് സിമ്പിളായിട്ട് എന്തൊരു സുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്നറിയോ. ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഇറങ്ങുന്നതും കഴിഞ്ഞ 13 വർഷത്തിന് ശേഷം ഈ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് പുറത്ത്. ദിസ് വീക്കെൻഡ്, അതായത് നമുക്ക് മൺഡേ ആക്ച്വലി ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ ഈ 13 വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമ്പറ്റീഷൻ, അതായത് 60 കുട്ടികളെ ഞാൻ സ്റ്റേജിൽ കയറ്റുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയും. കോമ്പറ്റീഷൻ, പ്രഷർ, കോസ്റ്റ്യൂംസ്, ഡിസൈനിങ്, അത് ഇത്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ മറന്നുപോയി. സോ ഇന്ന് ആ ദിവസം ഞാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴല്ലോ, ഇറ്റ്സ് ലൈക്ക് സോ മച്ച് പ്ലഷർ. അത് ആ ഒരു ജോയ് ആണ്, ഹാപ്പിനെസ് ആണ്, ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. നമ്മുടെ ബസ് വന്നു ആൻഡ് യെസ്, ബസ്സിൽ കയറി. ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ആൻഡ് അധികം നാളായി ബസ്സിൽ വന്നിട്ട്. സോ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വന്ന് ഇറങ്ങാം, ഉള്ളിലേക്ക് കയറാം. ആദ്യം എനിക്ക് എന്തെങ്കിലും കുടിക്കണം. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മൾ സ്റ്റാർബക്സിലേക്ക് പോവാണ്. സ്റ്റാർബക്സിൽ പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് വേണം, ഞാനൊന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഇരിക്കണേന്ന് കാണിച്ചു തരട്ടെ. ഇറ്റ്സ് ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഭയങ്കര ഒരു മേക്കപ്പ് കടയുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കണേ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സോ സെഡക്റ്റീവ്. ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ഡ് ലാറ്റെ വിത്ത് കാരമൽ ആൻഡ് വനില. ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. ട്രൈ ഇറ്റ് ഔട്ട്, അമേസിംഗ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിരിക്കും. എങ്ങനെ ടെംപ്റ്റഡ് ആവാതിരിക്കും. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. H&Mലൊന്ന് കയറണം, സാരയിലൊന്ന് കയറണം, സെഫോറയിലൊന്ന് കയറണം, ഈ കാണുന്ന ഡഗ്ലസിലൊന്ന് കയറണം. എന്തൊക്കെയാ പുതിയ ട്രെൻഡൊക്കെയെന്നൊന്ന് കാണണം. അങ്ങ് മേടിക്കാനല്ല, പിന്നെ കുറച്ച് നല്ല പെർഫ്യൂം കളക്ഷൻസൊക്കെ ഒന്ന് നോക്കണം. ഇന്നലെ ഞാൻ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് 2 പെർഫ്യൂം മേടിച്ചായിരുന്നു. ആൻഡ് അതുകൂടാതെ ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് എനിക്ക് അവിടെ വെച്ച് അത് ആ പെർഫ്യൂം ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഫ്രാഗ്രൻസ് ഒന്നും തോന്നിയില്ല. ഷെനേലിൻ്റെ ഒരെണ്ണം. ബട്ട് ഐ ഹേർഡ് എ ലോട്ട് ഓഫ് നൈസ് റിവ്യൂസ് അബൌട്ട് ഇറ്റ്. ഇവിടെ സമ്മറിൽ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെൻറ്റ് സ്മെൽ ഓൾ ഓവർ. ലൈക്ക് ആ ഒരു സെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് സമ്മറിൽ ഇവിടെ. അപ്പം ഞാൻ ഇന്നലെ മേടിച്ചെനിക്കാണോ ഓൾ വെതറിൽ ഇടാൻ പറ്റുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് സമ്മർ കളക്ഷനും കൂടിയൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. അതായത് സമ്മറിൻ്റെ ഒരു മണല്ലേ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു മണല്ലേ, അതൊന്ന് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്ലാനാണ്, നമുക്ക് നോക്കാം. പക്ഷെ അവിടെയൊക്കെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ വൈകുന്നേരം എന്തായാലും മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ വ്ളോഗ് തീർക്കുള്ളൂ. ഇവിടെ ആൾക്കാർ ലൈഫിനെ എന്ത് രസമായിട്ട് എൻജോയ് ചെയ്യണേ. ഒരു സമ്മറൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലാർക്കും പുറത്തിറങ്ങണ്ട. ആൻഡ് എത്ര വയ്യാത്തവരാണെങ്കിലും ലൈഫിനെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കണ്ടില്ലേ, ഒരമ്മച്ചി വണ്ടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ഷോപ്പിങ്ങിന്. നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വലൻസിയയിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ഒരു കളക്ഷൻ ഉണ്ട്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. മേടിക്കണമെന്നുണ്ട്. ബട്ട് ഇപ്പം നമ്മൾ H&Mലാണ്. And we'll see. ഞാൻ ഇത്രയും സാധനങ്ങളാണ് പർച്ചേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം. ലെറ്റ്സ് സീ. ഇനി നമുക്ക് ഭയങ്കര വേറൊരു സമ്മർ കളക്ഷൻ ഞാൻ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. കൊള്ളാം എന്തായാലും. കുറേ ഷൂകളും ബാഗുകളും ഡ്രസ്സുകളൊക്കെ നമ്മൾ ഈ സ്പെയിനിലൊക്കെ ഉള്ള പോലത്തെ കളക്ഷനാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നമ്മൾ റോസ്മെൻറ്റിൽ കയറി. എനിക്ക് മെബിലിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും കിട്ടി. എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് ഇവിടെ ഒരു കടയിലും ഇറ്റ്സ് നോട്ട് ദെയർ. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ഫ്രം റോസ്മെൻ. റോസ്മെൻ ഒരു ജർമ്മൻ ഷോപ്പാണ്. അതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗ്ലാഡ്സൺ റൂമിൽ. മെബിലിൻ്റെ പുതിയ ലിപ്സ്റ്റിക് കളക്ഷൻസ് എല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഐ എം സോ ഹാപ്പി. നമ്മൾ വേറെ ഏത് കടയിൽ പോയാലും കിട്ടാറില്ല ആ ലിപ്സ്റ്റിക്ക്. മറ്റേ കിയാര ഒക്കെ യൂസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സ് I got and I'm so happy. H&M നിന്നും നല്ലൊരു ഷോപ്പിംഗ് നടത്തി, റോസ്മെനിൽ നിന്നും നല്ല ഷോപ്പിംഗ് നടത്തി. Now I'm going to സെഫോറയിലേക്ക് പോകാൻ. ലെറ്റ്സ് സീ. എനിക്ക് ഷനേലിൻ്റെ പെർഫ്യൂം മേടിക്കണം. സോ I will be going to Sephora. സാറയിൽ ഇനി കയറണില്ല എന്ന് വിചാരിച്ചു. ബിക്കോസ് സാറയിൽ നിന്ന് എനിക്കൊന്നും മേടിക്കാനില്ല. മേടിക്കേണ്ട സാധനങ്ങളൊക്കെ H&Mൽ കിട്ടി. H&Mൻ്റെ കളക്ഷൻ ദിസ് ടൈം ഇസ് ലൈക്ക് അമേസിങ്. ചിലപ്പോൾ ഞാനൊന്ന് സാറയിൽ വില വയ്ക്കും. ബട്ട് നൗ ഐ ഗോ ടു മാരിനോയിഡ് ഓർ സെഫോറ. ലെറ്റ്സ് സീ. ഞാൻ ഇവിടെ ഷനേലിൻ്റെ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പെർഫ്യൂം മേടിച്ചിട്ട് പോയിട്ട് ദിസ് വാസ് ലൈക്ക് സംതിങ് റിയലി നൈസ്. ബട്ട് ഐ ഡോണ്ട് നോ വിച്ച് വൺ ഇസ് ദാറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കട്ടെ. നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നു. ചിക്കൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് നാളെ പാവൽ തിരിച്ച് വരുമ്പോഴത്തേക്കിനും ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് എല്ലാം തീർന്നു. പെർഫ്യൂംസ് മേടിച്ചു, നോക്കി. ആൻഡ് നൗ ഗോണ ഗോ ഹോം. ഇത് കഴിഞ്ഞിട്ട് മതി, ടയർഡായി. അങ്ങനെ ഇത്ര വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗ്രോസറീസും മേടിച്ച് വീട്ടിലേക്കുമാണ്. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചില്ല ബിക്കോസ് എനിക്കെന്തോ റൈസ് കഴിക്കാൻ തോന്നി. അപ്പോൾ വീട്ടിൽ പോയിട്ട് വേഗം ഇച്ചിരി ബാസ്മതി ഉണ്ടാക്കാം. ആൻഡ് അതും കഴിച്ച് കഴിഞ്ഞിട്ട് ദെൻ ഐ വിൽ ഷോ യു വാട്ട് ഐ ബോട്ട് ടുഡേ. ഞാനിന്ന് എന്താ മേടിച്ചതെന്ന് കാണിച്ചു തരാം. അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി. ഒരു രക്ഷയില്ല. വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ എൻ്റെ രണ്ട് കയ്യിലും സാധനങ്ങളായിട്ട് ഇത് കണ്ടോ, ലൈക്ക് ഫുൾ ഓഫ് തിങ്സ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. എനിക്ക് ആ കാണുന്ന ഓറഞ്ച് ബിൽഡിങ്ങിൻ്റെ അവിടം വരെ നടന്നെത്തണം. അതിൻ്റെ ഇടയ്ക്ക് പാവൽ വിളിച്ചു. പാവൽ അവിടെ പാരൻസായിട്ട് ഹിന്ദി സിനിമ കാണുവാണല്ലോ. എന്നെ ഞാനില്ലല്ലോ. അപ്പം അവർക്ക് ഹിന്ദിയ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. സോ ഞാൻ അപ്പം ഇനിയിപ്പം നടന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. നടന്ന് വീട്ടിലെത്തണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണം. ദെൻ ഐ ആം ഗോണ ഷോ വാട്ട് ഓൾ തിങ്സ് ഐ ബോട്ട്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ തിരിച്ചു വരുന്നു. ടയേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രീതിയിലും സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള ചൂട്. കാര്യം നാട്ടിലെപ്പോഴും ചൂട് പോലെയല്ല, ഇത് വല്ലപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ചൂട് വരുമ്പോൾ നമ്മുടെ ശരീരം അതുമായിട്ട് യൂസ്ഡ് ആയി വരുമ്പോഴത്തേക്കിനും പിറ്റേ ദിവസം ആകുമ്പോൾ തണുപ്പാകും. സമ്മർ ആണെങ്കിലും ഒരു മഴ വരും. ഇത്രയും പേര് ഞാൻ ഈ സമ്മറിൽ വന്നിട്ടില്ല. യെസ്, സ്റ്റാർട്ടഡ്. സമ്മർ തുടങ്ങി. ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ തന്നെ ഞാൻ വരാം കേട്ടോ. നല്ല ടയർഡായിപ്പോയി. കാപ്പിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാൻ കരുതി. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ ബൈ.